ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കിഡ്നി സ്റ്റോൺ മാറുന്നതിനും മൂത്രതടസ്സം മാറുന്നതിനുമൊക്കെ ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് പ്രമേഹം. അനാരോഗ്യകരമായ ഭക്ഷണരീതി, സ്ട്രെസ്, വ്യായാമക്കുറവ് എന്നിവയെല്ലാം പ്രമേഹം വരുന്നതിനുള്ള കാരണങ്ങളാണ്. പ്രമേഹം നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ ശരീരത്തിലെ മിക്കവാറും എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കും. ശരിയായി പ്രമേഹം നിയന്ത്രിക്കാതിരുന്നാൽ ഇൻസുലിൻ കുത്തിവയ്പ് പോലുള്ള അവസ്ഥയിലേക്കെത്തും. പ്രമേഹം കൂടുതലായാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആകാനുള്ള സാധ്യത വരും. ഏറ്റവും അപകടകരമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. മരുന്നുകളുടെ സഹായം കൂടാതെ ചില വീട്ടുവൈദ്യങ്ങളിലൂടെയും പ്രമേഹം നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. പ്രമേഹത്തിന് പരിഹാരമായി ഉപയോഗിക്കാവുന്ന നല്ലൊരു മരുന്നാണ് ചുരക്ക. വെള്ളരി ഇനത്തിൽപ്പെട്ട എന്നാൽ അത്ര ഇഷ്ടപ്പെട്ട വിഭവമായി തീൻമേശകളിൽ വിളമ്പാറില്ലാത്ത ഒരു പച്ചക്കറിയാണ് ചുരക്ക. ബി വൈറ്റമിൻ്റെ കലവറയാണ് ചുരക്ക. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ചുരക്കയ്ക്ക് വിരശല്യത്തെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുരക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപായി ചുരക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. പിത്തകോപത്താൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് ചുരക്ക. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം, മഹോദരം എന്നീ രോഗങ്ങൾക്ക് നല്ല ഫലം ചെയ്യും. തലവേദന കുറയ്ക്കുന്നതിന് അത്യുമമാണ് ചുരക്ക ജ്യൂസ്. സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവം, ആർത്തവ സംബന്ധമായ പ്രയാസങ്ങൾ എന്നിവ കുറയ്ക്കുന്നതിനൊക്കെ ചുരക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മലബന്ധമകറ്റി നല്ല ശോധനയുണ്ടാകുന്നതിനും ആമാശയത്തോടനുബന്ധിച്ചുള്ള അവയവങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കി ദഹനം സുഗമമാക്കുന്നതിന് ഏറ്റവും മികച്ചതാണ് ചുരക്ക. ചുരക്കയുടെ ഉള്ളിലെ കാമ്പ് വേവിച്ച് കഴിക്കുന്നത് വൃക്കരോഗത്തിന് ഫലപ്രദമാണ്. ഇനി ഉറക്കക്കുറവാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ചുരക്ക ജ്യൂസിൽ ഒലീവെണ്ണ ചേർത്ത് കാച്ചി അരിച്ചെടുത്ത് എണ്ണ തേച്ചാൽ മതി. രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. വാദം കുറയാൻ ചുരക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. മൂത്രച്ചൂടിനാൽ കഷ്ടപ്പെടുന്നവർക്ക് ദിവസവും രാവിലെ ചുരക്ക ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മൂത്രച്ചൂട് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതുമാത്രമല്ല, മൂത്രക്കല്ല് അലിഞ്ഞു പോകുന്നതിനും ചുരക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കരൾ രോഗമുള്ളവർ നിങ്ങളുടെ ഡയറ്റിൽ ചുരക്ക ഉൾപ്പെടുത്തുക. കരൾ രോഗം കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ചുരക്ക. നമ്മുടെ ശരീരത്തിനാവശ്യമായ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, അയൺ, ഫോളേറ്റ്, പൊട്ടാഷ്യം, മാംഗനീസ് എന്നീ പോഷകങ്ങളുടെ കലവറയാണ് ചുരക്ക. പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ നല്ലതാണ് ചുരക്ക. ഇതിൽ 92% വെള്ളമായതിനാൽ നിർജ്ജലീകരണം എന്ന അവസ്ഥ തടയുന്നതിന് സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ചുരക്ക. ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കിഡ്നി സ്റ്റോൺ മാറുന്നതിനും മൂത്രതടസ്സം മാറുന്നതിനുമൊക്കെ ചുരക്ക ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിന് ചുരക്ക ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 500 ഗ്രാം ചുരക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതൊത്തിരി വലിയതാണ്. ജ്യൂസ് തയ്യാറാക്കാനായി ഇതിൻ്റെ ചെറിയൊരു കഷ്ണം മതി. ഇത്രയും പോർഷൻ ജ്യൂസ് തയ്യാറാക്കാനായി ഞാൻ മുറിച്ച് മാറ്റുകയാണ്. ബാക്കിയുള്ള ചുരക്ക കറികൾ തയ്യാറാക്കാനായി മാറ്റി വയ്ക്കുകയാണ്. ചുരക്ക കൊണ്ട് തോരൻ തയ്യാറാക്കാം, മെഴുക്കുപുരട്ടി തയ്യാറാക്കാം, ചുരക്ക പരിപ്പ് കറി തയ്യാറാക്കാം. അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഈ ഒരു പച്ചക്കറി ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു പീലർ ഉപയോഗിച്ച് ചുരക്കയുടെ തൊലി കളഞ്ഞതിനു ശേഷം നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ചുരക്ക രണ്ടായി കട്ട് ചെയ്തെടുക്കുക. ഇത് അധികം മൂക്കാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലെ സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ, കാമ്പ്, അത് മാറ്റുന്നില്ല. ഇനി കുറച്ച് മൂപ്പുള്ള ചുരക്കയാണെങ്കിലും നിങ്ങൾക്കിതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ കാമ്പ് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൻ്റെ കാമ്പ് കഴിക്കുന്നത്. ചുരക്ക ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ജ്യൂസ് തയ്യാറാക്കാനായി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ചുരക്ക
ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം 1-2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ആർത്തവ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടുന്നതിനുമൊക്കെ ഇഞ്ചിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു. ഇതുമാത്രമല്ല മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടോ, നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒരാൾക്കാണ് ജ്യൂസ് തയ്യാറാക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം മതിയാകും. കാരണം ചുരക്കയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാതിരിക്കുക. ഇനി ഒരു ബൗളിലേക്ക് ജ്യൂസ് അരിച്ചെടുക്കുക. ഇതുപോലെ 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ജ്യൂസ് അരിച്ചെടുക്കുക. ജ്യൂസ് അരിച്ചെടുത്തതിന് ശേഷം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചുരക്കിയ ജ്യൂസിലേക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ചെറുനാരങ്ങ. ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പകുതി ഈ ജ്യൂസിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ചെറുനാരങ്ങയിൽ വൈറ്റമിൻ C ധാരാളമുണ്ട്. ഫ്രീ റാഡിക്കലുകൾ കുറച്ച് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും നാരങ്ങയിലെ സിട്രേറ്റ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. ഇതുമാത്രമല്ല നമ്മുടെ ശരീരത്തെ വിഷവിമുക്തമാക്കി അണുബാധയുണ്ടാക്കുന്ന എല്ലാ ബാക്ടീരിയകളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുടിക്കുക. ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും കിഡ്നി സ്റ്റോൺ മാറുന്നതിനും ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യത്തിനുമൊക്കെ ഈ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കണം. ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ചുരക്കിയ ജ്യൂസ്. ഇത് രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനാൽ മിനുസമാർന്നതും തിളങ്ങുന്നതുമായ ചർമ്മം നൽകുന്നതിന് സഹായിക്കുന്നു. ഇനി പ്രമേഹമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ചുരക്കിയ ജ്യൂസ് കഴിക്കുന്നതിനോടൊപ്പം ഡയറ്റിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പച്ചക്കറികളും ഇലക്കറികളും ധാരാളമായി കഴിക്കണം. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, ഉപ്പ് ചേർത്ത ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ്സ് എന്നിവ മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. പയറുവർഗ്ഗങ്ങളും തവിട് നീക്കാത്ത ധാന്യങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൊഴുപ്പ് കുറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇടനേരങ്ങളിൽ മാത്രം മിതമായ അളവിൽ ഷുഗറുള്ളവർ പഴങ്ങൾ കഴിക്കുക. 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. നന്നായി ഉറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഷുഗറിനും കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാത്തവരും ഭക്ഷണ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും ഹെൽത്തി റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.